പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം സുഭാഷിതങ്ങൾ 22-29 മുതൽ നമ്മൾ ആരംഭിക്കുന്നു. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവൻ രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവൻ രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല. അപ്പം നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കാനാണ് കർത്താവ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ ആ സ്കിൽ എന്താണോ അതിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ. അപ്പോൾ നീ രാജസന്നിധിയിൽ നിനക്ക് ഇടം ലഭിക്കും. നീ വേറെ സാധാരണ മനുഷ്യരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല. 2 ദിവസം ഞാൻ കണ്ട എനിക്ക് എൻ്റെ സുഹൃത്ത് സാജു എന്ന് പറയുന്ന ഒരു മേസൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജോലിയൊക്കെ ഉണ്ടോ പറഞ്ഞു. ചേട്ടാ, നന്നായിട്ട് പോകുന്നു. നമ്മൾ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം പിടിച്ച ഈ സമയത്തും നമുക്ക് ജോലി ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു മേസനാണ്. പക്ഷേ ആ മെഷീനറിയിൽ പുള്ളി നല്ല കഴിവ് തെളിയിച്ചതാണ്. അത് വളരെ ഭക്തിയോടും വിനയത്തോടും കൃതജ്ഞതയോടും സ്നേഹത്തോടും കൂടെയൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്ക് എപ്പോഴും ജോലി ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറെ ആളുകളെ അറിയാം, വേറെ ട്രേഡിൽ ഉൾപ്പെട്ടവരെ അറിയാം. അവരൊക്കെ ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ആ കഴിവുകളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അതിൽ അടിക്കടി അത് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തി ഉയർന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മുടെ ആ പുതിയ ചെസ്സിൻ്റെ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന പയ്യൻ. ഒരുപക്ഷെ അവന് ചെസ്സ് മാത്രമേ അറിയുള്ളൂ, ചെസ്സ് കളിക്കാൻ മാത്രമേ അറിയുള്ളൂ. അവൻ സാധാരണക്കാരുടെ കൂടെ ഒന്നുമല്ല ഇരിക്കുന്നത്. പെട്ടെന്നായിരുന്നു അവൻ്റെ ഉയർച്ച. സച്ചിൻ തെണ്ടുൽക്കറിനെ നമ്മൾ നോക്കിയാൽ അവന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല. ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, അത് നന്നായിട്ടറിയാം. അതിനകത്ത് ബാറ്റിംഗ് മാത്രമേ അറിയുള്ളൂ. പുള്ളി അതിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുള്ളൊരു കഴിവ്, അത് അടിക്കടി ഇമ്പ്രൂവ് ചെയ്ത് പെട്ടെന്ന് അവൻ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു. അപ്പം ഇതിനകത്ത് ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവൻ രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവൻ സാധാരണക്കാരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല. ഇത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എന്ത് ജോലി ചെയ്യുന്നവനും ഇതൊക്കെ ബാധകമാണ്. കഴിഞ്ഞ് ഫ്രാൻസിസ് അസീസി പറയുന്നൊരു വചനമുണ്ട്, ഡു ഫ്യൂ തിങ്സ് ബട്ട് ഡു ദം വെൽ. സിമ്പിൾ ജോയ്സ് ആർ ഹോളി. അതാണ് ഫ്രാൻസിസ് അസീസി പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി, അത് പക്ഷേ നന്നായിട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും അത് കർത്താവിന് പ്രീതിപ്പെട്ടവയാണ്. അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 23:4, സമ്പത്ത് നേടാൻ അമിതാധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. ഇപ്പോൾ പൈസ ഉണ്ടാക്കണമെന്ന് കരുതി നമ്മൾ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടാവണമെന്നില്ല.
അതേസമയം നമ്മുടെ സ്കില്ലിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന പോലെ ആ ഒരു സ്കിൽ നമ്മൾ അടിക്കടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി പൈസ വരും. പക്ഷെ പൈസ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ പൈസ വരണമെന്നില്ല, വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ കണ്ടുവയ്ക്കുന്നത്, അവർ വളരെ അധികം കാര്യങ്ങളിൽ വ്യാപൃതരാകും, അവസാനം ഒന്നും സക്സസ് ആവുകയില്ല. അപ്പോൾ അത് ചെയ്യരുതെന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഡു ഫ്യൂ തിങ്സ് ബട്ട് ഡു ദം വെൽ. കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി, പക്ഷെ അത് നന്നായിട്ട് ചെയ്യുക. ദൈവത്തിനെ സേവിക്കുന്ന പോലെ, അതായത് ഒരു ദിവ്യമായ ഒരു ആക്ടിവിറ്റി, ഒരു പ്രവൃത്തി എന്ന പോലെ നമ്മുടെ താലന്തുകളെ ഉപയോഗിക്കുക. സമ്പത്തിൽ കണ്ണ് വയ്ക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. കഴുകനെ പോലെ ചിറക് വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകുന്നു. സ്കില്ലിൽ, നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കേണ്ടതിന് പകരം സമ്പത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് എത്ര കിട്ടിയാലും തികയില്ല. അതുപോലെ ഉള്ളത് പെട്ടെന്ന് ആവിയായി പോവുകയും ചെയ്യും. കൊളോസിയൻസ് 3:23, നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നമ്മളൊരു കുക്കാണെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന പോലെ ഏറ്റവും നന്നായി കുക്ക് ചെയ്യുക. നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദൈവത്തെ സേവിക്കുന്നത് പോലെ ഏറ്റവും നന്നായി പഠിക്കുക. നമ്മളൊരു അധ്യാപകനാണെങ്കിൽ ദൈവത്തെ സേവിക്കുന്നത് പോലെ ഏറ്റവും നന്നായി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക. നമ്മളൊരു ഡോക്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നേഴ്സാണെങ്കിൽ ഏറ്റവും നന്നായി ആ രോഗികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മളൊരു പുരോഹിതനാണെങ്കിൽ ഏറ്റവും തീഷ്ണതയോടെ ക്രിസ്തുവിനെ പകർന്ന് കൊടുക്കുക. ഏറ്റവും ഭക്തിയോടെ വിശുദ്ധ ബലി അർപ്പിക്കുക. അപ്പം ഞാൻ പണ്ട് ഒരു നവവൈദികനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അച്ഛനായേ? അപ്പോൾ ഞാനൊരു ഉപദേശം ഒന്ന് കൊടുത്തു. നിങ്ങളൊരു വിശുദ്ധനാകാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ ഈ വൈദിക വൃത്തി നിങ്ങൾക്ക് ഒരു ഭാരമായി തീരും. പുള്ളിയപ്പൻ എന്നെ ഒന്ന് നോക്കി ഇതൊക്കെ പോയി. ഒരു വിശുദ്ധനാകാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ, കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധനാകാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വൈദികനാകുന്നത്? ആ ജീവിതം മുഴുവൻ ഒരു ഭാരം പേറി നടക്കുന്നൊരവസ്ഥ. അതുപോലെ വിശ്വാസികളെ വഴിതെറ്റിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. കൊളോസിയൻസ് 3:23, നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവൻ. വീണ്ടും മത്തായി 6:31, അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. കൂടുതൽ ആകുലപ്പെട്ടിട്ടൊരു കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ള ഒരേ ഒരു റെസ്പോൺസിബിലിറ്റിയെ നമുക്കെല്ലാവർക്കും ഉള്ളൂ. ഒരുപക്ഷെ ഞാൻ ഈ വചനം ഷെയർ ചെയ്യുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം. അതുപോലെ
കൂടുതൽ ആകാംക്ഷപ്പെട്ടിട്ട് കാര്യമില്ലെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കൊളോസിയൻസ് 33:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തു വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയെടുക്കുക, അപ്രകാരം ചെയ്യുക വഴി മറ്റുള്ളവയെല്ലാം നമ്മൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിനത്തിനും അതാതിൻ്റെ ക്ലേശം മതി. അപ്പോൾ ഒരിക്കലും നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടി ധൃതി പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടത് നമ്മുടെ സ്കിൽ എന്താണോ, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ തിരിച്ചറിയുകയും അത് അനുദിനം അത് മെച്ചപ്പെടുത്തുകയും, പിന്നെ ആ ടെക്നോളജിയൊക്കെ മാറുകയാണെങ്കിൽ അതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി അതിനോട് അനുബന്ധമായ കാര്യങ്ങളിലോട്ട് കടക്കുകയും, ഇതെല്ലാം കർത്താവിനെ സേവിക്കുന്നത് പോലെ ചെയ്യുകയും ചെയ്താൽ നമ്മൾ അനുദിനം അഭിവൃദ്ധി പ്രാപിക്കും എന്നാണ് ഈ വചനങ്ങൾ നമ്മോട് പറയുന്നത്. അപ്പം എനിക്കൊക്കെ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് 100 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ വെറുതെ ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കോറായിട്ടുള്ള സംഭവം പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുകയും അതിൻ്റെ കൺസൾട്ടൻസി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ബിസിനസ്സുകളിലോട്ടൊക്കെ ഇറങ്ങുകയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തത് എല്ലാം പരാജയമായിട്ടേ ഉള്ളൂ. ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിടുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അറിയുക, ആ പദ്ധതി അനുസരിച്ച് ജീവിക്കുക, ആ പദ്ധതിക്ക് വേണ്ട സ്കില്ല് എന്താണെന്ന് കർത്താവിനോട് തന്നെ ചോദിക്കുക. അതനുസരിച്ച് നമ്മളെ ക്രമപ്പെടുത്തുക. അടിക്കടി അനുദിനം നമ്മൾ ആ സ്കില്ല് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുക. സാത്താൻ പലവിധ വേറെ പദ്ധതികളുമായിട്ട് വരും. അതിൻ്റെ പുറകെ പോകാതെ കർത്താവിൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ആ ജോലി ഏറ്റവും മനോഹരമായി ചെയ്യുക. അത് എന്ത് ജോലിയായാലും അത് ഏറ്റവും നന്നായി ചെയ്യുക. നമ്മൾ ഇപ്പോൾ അടുത്ത് കണ്ടതാണ്, ജോലി ആസ്വദിച്ച് ചെയ്യുന്ന ഒരു റോഡ് സൈഡിൽ ചായ വെക്കുന്ന ഒരാൾ. അത് പുള്ളി ബിൽ ഗേറ്റ്സിനൊക്കെ കൊടുത്ത് ഇപ്പോൾ ഈസ് എ ബിഗ് ഗായ്. ഇതൊക്കെ മിറക്കിൾസ് അല്ലെന്ന് എന്ന് പറയും. അവൻ്റെ ജോലിയിൽ അവൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് വളരെ റിഗറസ് ആയിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് ആസ്വദിച്ച് മറ്റുള്ളവരെ ഏറ്റവും നല്ല ചായ ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ സമയം വന്നപ്പോൾ അവൻ ഫ്ലറിഷ് ചെയ്യും. ഇതിന് ഈ ഒരു ഡിസിപ്ലിന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സാത്താൻ്റെ വ്യാമോഹങ്ങൾ നമ്മളെ വ്യാമോഹിപ്പിക്കും. സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ദൈവം നൽകിയ കഴിവുകളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ച് അത് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും വിനയത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നൽകിയിട്ടുള്ള
സ്കില്ലിനെ നമുക്ക് പരിപോഷിപ്പിക്കാം. അപ്രകാരം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നമുക്ക് നീതിയിൽ ജീവിക്കാം. അടിക്കടി നമ്മൾ പുരോഗതി പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കേണ്ട, വെറുതെ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നന്നായി നിറവേറ്റുക. അതാണ് ഇന്നത്തെ വചന സന്ദേശം. ദൈവം ഈ ഒരു ജ്ഞാനം നമ്മൾക്ക് നൽകട്ടെ. അനുദിന ജീവിതത്തിൽ ഈ ഒരു അറിവ് വെച്ച് മുന്നേറുവാനുള്ള ശക്തിയും കരുണയും കൃപയും അനുഗ്രഹങ്ങളും സർവേശ്വരൻ നമ്മുടെ മേൽ വർഷിക്കട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.